തൊള്ളായിരം വർഷം മുമ്പ് ഒരു രാജാവ് ഒരു ക്ഷേത്രം പണിതു. നക്ഷത്ര ആകൃതിയിൽ ആയിരക്കണക്കിന് ശില്പങ്ങൾ കൊത്തി, ഒന്നും ആവർത്തിക്കാതെ. ആ ക്ഷേത്രം ഇന്ന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതെ, കർണാടകയിലെ ഹാലേബിദുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം. ഹാലേബിദു എന്ന പേരിന്റെ അർത്ഥം തന്നെ നശിച്ച നഗരം എന്നാണ്. പക്ഷേ ഒരു കാലത്ത് ഇത് ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ദ്വാരസമുദ്രമായിരുന്നു. 1121 സിയിൽ രാജാ വിഷ്ണുവർദ്ധന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച് 1160 സിയിൽ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ 86 വർഷം കഴിഞ്ഞിട്ടും ഈ ക്ഷേത്രം ഒരിക്കലും ഒഫീഷ്യലി പൂർത്തിയായില്ല. ഇത്രയും കാലം അധ്വാനിച്ചിട്ടും ആക്രമണകാരികൾ ഇടയ്ക്ക് ഇടിച്ചിട്ടും ഇന്നും ക്ഷേത്ര ഗോപുരങ്ങൾ കാണുന്നില്ല. ആ ഭാഗം നശിപ്പിക്കപ്പെട്ടു. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റ് 2 തവണ ഈ നഗരം ആക്രമിച്ചു. നഗരം തകർന്നു. ഹാലേബിദു, നശിച്ച നഗരം എന്ന പേര് വന്നു. പക്ഷേ ഈ ക്ഷേത്രം ഇന്നും ഉറച്ചു നിൽക്കും. ഇനി ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും യൂണിക് ഫീച്ചർ സ്റ്റാർ ഷേപ്പ്. ഈ ക്ഷേത്രം നക്ഷത്ര ആകൃതിയിലാണ് പണിതിരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു നക്ഷത്രം പോലെ കാണപ്പെടും. ഈ ഡിസൈനിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഷേഡോ ഇഫക്ട് സൃഷ്ടിക്കുക എന്നതാണ്. രാവിലെ കാണുന്ന ശില്പം ഉച്ചയ്ക്ക് തികച്ചും വ്യത്യസ്തമായി കാണും. ഒരേ ക്ഷേത്രം ഒരു ദിവസം മുഴുവൻ ഒരുപാട് മുഖങ്ങൾ. ഇത് 12-ാം നൂറ്റാണ്ടിലെ ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തതാണ്. ഇത് ഓർക്കുമ്പോൾ ആ ബുദ്ധിക്ക് ഒരു സെലി. ക്ഷേത്രം മുഴുവൻ സോപ്പ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചതാണ്. ഗണിക്കുമ്പോൾ മൃദുവായ ഈ കല്ല് വായുവുമായി സമ്പർക്കത്തിൽ വന്ന ശേഷം ഉറയ്ക്കുന്നു. ആ ഒരു ഗുണം ഉപയോഗിച്ചാണ് ഇത്ര ഫൈൻ ഡീറ്റെയിൽ ആയിട്ട് കൊത്തിയിട്ടുള്ളത്. ഇനി ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ്. വിമാനം വഴിയാണെങ്കിൽ ബാംഗ്ലൂരു കോമ്പോഡെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 230 കിലോമീറ്റേഴ്സും മൈസൂർ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റേഴ്സുമാണ് ഉള്ളത്. അവിടെ നിന്ന് ഹസനിലേക്ക് ടാക്സി ഒരു ബസ് ഉപയോഗിച്ച് പോകാം. ട്രെയിൻ വഴിയാണെന്നുണ്ടെങ്കിൽ ഹസൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഏകദേശം 30 കിലോമീറ്റേഴ്സ് ആണുള്ളത്. അവിടുന്ന് ബസ്സോ ടാക്സിയോ വിളിച്ചിട്ട് പോകാം. റോഡ് വഴിയാണെന്നുണ്ടെങ്കിൽ ഹസൻ, ബാംഗ്ലൂരു, മൈസൂരു ഇവിടങ്ങളിൽ നിന്ന് റെഗുലർ ബസ് ഉണ്ട്. ക്ഷേത്രം സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സന്ദർശന സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 6 മുതൽ രാത്രി 9 വരെയാണ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. പാർക്കിംഗ് ഫീ വരുന്നത് 50 രൂപയാണ്. ഗൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 300 രൂപ വരും. നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഏർലി മോർണിംഗിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ സമയത്ത് ആൾക്കൂട്ടം കുറവായിരിക്കും. ഇവിടെ നിന്ന് 16 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേലൂർ ചെന്നക്കേശ്വര ക്ഷേത്രമുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. 900 വർഷം കഴിഞ്ഞിട്ടും ഈ ക്ഷേത്രം ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നമ്മുടെ പൂർവികർ എത്രത്തോളം ടാലന്റഡ് ആയിരുന്നു എന്നുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.